ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തുടർന്നേക്കുമെന്ന് റിപ്പോർട്ട്. നാളെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പത്രസമ്മേളനത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കും. രോഹിത് ശർമ്മയ്ക്കൊപ്പമാണ് അഗാർക്കർ മാധ്യമങ്ങളെ കാണുകയെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ജനുവരി ആദ്യം അവസാനിച്ച ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ 5ാം ടെസ്റ്റിൽ നിന്നും രോഹിത് ശർമ്മയെ ഒഴിവാക്കിയിരുന്നു. സമീപകാലത്തെ മോശം പ്രകടനത്തെ തുടർന്നാണ് രോഹിത് ശർമ്മയെ ടീമിൽ നിന്നൊഴിവാക്കിയത്. ഇത് താരത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കലായി വിലയിരുത്തിയിരുന്നു. എന്നാൽ വിരമിക്കൽ റിപ്പോർട്ടുകൾ നിഷേധിച്ച് രോഹിത് തന്നെ രംഗത്തെത്തിയിരുന്നു. അടുത്ത മാസം 6 മുതലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. 3 ഏകദിനങ്ങളാണ് പരമ്പരയിലുള്ളത്. പിന്നാലെ ഫെബ്രുവരി 19 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമാകും. ഫെബ്രുവരി 20 ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ന്യൂസിലാൻഡും പാകിസ്ഥാനുമാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ മറ്റ് എതിരാളികൾ.